ഹായ്. ഹലോ. നിങ്ങൾ ഇന്ന് ഒരു ചലഞ്ച് ആയിട്ടാണ് ചലഞ്ച് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങള് അപ്പൊ നിങ്ങള് ഒരു ചലഞ്ച് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടപ്പോ മനസ്സിലായത് എന്ത് ചലഞ്ചാന്നാ? ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് എല്ലാവർക്കും അറിയാലോ. മിറണ്ട, ഇത് നമ്മുടെ പെപ്സി, ഇത് സാദാ വെള്ളം. ഇനി നീ പറഞ്ഞു. ഇത് നല്ല തണുത്ത വെള്ളം. ഇത് കള്ള് എന്ന് പറയാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഇത് കഞ്ഞിവെള്ളമാണ്. പിന്നെ ഇത് സെയിം തന്നെ. പിന്നെ ചെറുനാരങ്ങ. അപ്പൊ ഇന്നത്തെ നമ്മുടെ മത്സരം ഞാൻ ഉദ്ദേശിക്കുന്നത് വെള്ളം കുടി മത്സരമാണ്. ആരാണ് ആദ്യം ഈ കണ്ട വെള്ളങ്ങളൊക്കെ കുടിച്ച് തീർക്കുന്നത് അവരാണ് ഫസ്റ്റ്. അവർക്ക് ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ട് കേട്ടോ. 500 രൂപ ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഇതില് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ്. അപ്പൊ ഒരു ലെറ്റർ കിട്ടുന്നത് എന്താണോ, ഇപ്പൊ മിറാന്റെ ആണെങ്കിൽ ആ രണ്ടുപേരും അത് ഒരു ഗ്ലാസ്സിൽ വെക്കുന്നു, കുടിക്കുന്നു. അത് പെട്ടെന്ന് തീർക്കണം. കഞ്ഞള്ളൊക്കെ ഒരേ ഗ്ലാസ് കുടിച്ചാൽ മതിയാവില്ലേ? ശരിയായിട്ടാ. അപ്പൊ ഞങ്ങള് നമ്മുടെ ഫസ്റ്റ് ഗെയിം ഞാൻ തന്നെ എടുക്കാം. നല്ലത് കിട്ടണേ. പെപ്സി ഗ്ലാസ് ആദ്യം പൊട്ടിക്കല്ലേ? നീ പൊട്ടിക്ക. അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. കുടിച്ചാലോ? അയ്യോ അയ്യോ അമ്മോ, ഞാനില്ല. ഇവള് ഫസ്റ്റ് കേട്ടോ. എളുപ്പല്ല ഇത്, എളുപ്പല്ല, ഇത് എളുപ്പല്ല. ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അയ്യോ സോറി, ഞാൻ തോറ്റതില്ലേ. പറ്റുന്നില്ല. അപ്പൊ ഒന്ന് എനിക്ക് കിട്ടിട്ടോ ഫസ്റ്റ്. നെക്സ്റ്റ് ഞാൻ എടുക്കാം. ഇതൊരു വല്ലാണ്ട് വെള്ളം കൂടി മത്സരമാണെന്ന് തോന്നുന്നത്. അതിൽ ഞാൻ ഫസ്റ്റ് ആക്ടിന്റെ വണ്ടി വെക്കാൻ വിളിക്കേണ്ടി വരുമോ? അയ്യോ ഞാൻ അടുത്തത് ഞാൻ എടുത്തുട്ടോ. എന്നിട്ടാ തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരുമിച്ച് കുടിച്ചാൽ മതിട്ടാ. ഒഴുക്കി അത്ര നെക്ക് വെച്ചാൽ മതിട്ടാ. നീ ഒരുമിച്ച് വെക്കേ. ഇത് ഒരുമിച്ചല്ലേ? നീ 4 ദിവസമായിട്ട് വെള്ളം കുടിക്കാണ്ടിരിക്കുന്ന ഇതെന്ത് വെള്ളം കൂടിയാടി ഇത്? ഞാനൊന്നും ചോറ് കഴിച്ചിട്ടില്ല. ഞാനാണെങ്കിലെ ചോറ് കഴിച്ചോ. ഇനി നിനക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇതൊക്കെ എത്ര സ്പീഡിൽ കഴിച്ചല്ലേ? ബാക്കിയുള്ളത് കേരളന്ന് വിചാരിക്കണത്. അയ്യോ. അപ്പൊ ഞാൻ തീർക്കാട്ടാ. ബാക്കിയുള്ളത് കേരളന്ന് വിചാരിക്കണോ? അല്ലാതെ ഇതില് വെച്ചിട്ട് അപ്പൊ 2 എണ്ണത്തില്. അയ്യോ, ഇപ്പഴാണ് കണ്ടത്. നിന്നെ കണ്ടപ്പോ എനിക്ക് ഇപ്പഴും മനസ്സിലാവണേ. മത്സരം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ കൂടിയായി പോയി. എനിക്ക് കാണാനും കൂടി ഇല്ല. കുടിച്ച് തീർന്ന് നോക്കുമ്പോ നാരങ്ങ നീര് വെള്ളം. ചെറിയ ഗ്ലാസ് തന്നെ മതിയില്ലേ? ചെറിയ വലിയ ഗ്ലാസ് മാറ്റി വെക്കട്ടെ ഗൈസ്. 2 നാരങ്ങ വേണം. ഇതേമാതിരി ടെസ്റ്റ് ഉണ്ടെന്നറിയോ? ഇവൾക്കുള്ള നാരങ്ങ വെള്ളം ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എനിക്കുള്ള നാരങ്ങ വെള്ളം അവൾ ഉണ്ടാക്കി കൊടുക്കൂട്ടാ. അല്ലെങ്കിൽ ചിലപ്പോൾ നാരങ്ങ കറക്റ്റ് ആയിട്ട് പിഴിയില്ലേ ഉള്ളു. അതുകൊണ്ട് ഞാൻ എനിക്ക് നല്ല തീരെ വിശ്വാസമില്ല. ഉപ്പിടാൻ പറ്റുമോ? ഉപ്പുമില്ല, പഞ്ചസാരയും ഇല്ല, സാധാ വെള്ളം. ഇതെന്താ ഇത് മുറിയാത്ത്? നാരങ്ങയോടല്ല എന്ന് പറഞ്ഞ പോലെ നാരങ്ങ നിക്കണം. മക്കളെ എളുപ്പമുള്ള പരിപാടി അല്ല കേട്ടോ. നമ്മള് വിചാരം ഈ ചൂടുകാലല്ല കുറച്ച് വെള്ളം കുടിക്കാന്ന് വിചാരിച്ച് ചെയ്ത പരിപാടിയാ. അതെന്റെ ക്ലാസ് ആട്ടാ. ഇത് നിന്റെ ക്ലാസ് ആട്ടാ. ഒരെണ്ണം മതി. നീ വലുതാണ് എനിക്ക് ഒഴിച്ച. ഒരെണ്ണം കുരൊക്കെ കുടിക്കേണ്ടി വരൂട്ടാ. അതെ, ഒരെണ്ണം ഉള്ളൂട്ടാ. ഒരെണ്ണം മതിയേ. അയ്യോ, നീ പിഴിയാൻ ഭയങ്കര ബെസ്റ്റ് ആണല്ലോ. എന്റെ ഹസ്ബൻഡിനും ഉണ്ട് ഈ ലെമൺ ഉണ്ടാക്കുന്ന ഷോപ്പൊക്കെ. ഞാൻ അവിടെയൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യാറുള്ളത് തന്നെയാ. എന്റെ ദൈവേ. അപ്പൊ നീ സ്ലോ ആക്കിട്ട് എനിക്ക് പിഴിഞ്ഞാ ഞാൻ റെഡി ആവില്ല കേട്ടാ. ഞാൻ ഒരെണ്ണല്ല 2 മുറിക്കണം. 2 വേണം. ഒരെണ്ണം മതി. ഒരെണ്ണം കുടിക്കാൻ വലിയ പാടൊന്നുമില്ല. 2 വെക്ക്. എന്നിട്ട് നീ ആ വലുത് നീ പിഴിഞ്ഞോട്ടാ. നീ ഇങ്ങോട്ട് താ മുറിച്ചിട്ട്. ഞാൻ ചെറുതെടുത്തത് നിനക്ക് വേണ്ടിട്ട്. സ്നേഹണ്ട്. ശരിയാണല്ലോ. നിനക്ക് ഞാനാണല്ലോ ഉണ്ടാക്കണേ. ഇത് ഇത്തിരി ഇത് ഫിജി കൊണ്ട് കൂട്ടാ ഗൈസ്. ഇത് ഇത്രയും എളുപ്പമുള്ളത് എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് നിങ്ങൾക്ക് ഊഹിച്ചുകൂടെ? എന്നെ കൊണ്ട് പറ്റില്ല. ഇത് നല്ല പുളിയായിരിക്കേ. ഓ 2 നാരങ്ങ വേണ്ടിയിരുന്നില്ല അല്ലേ? പറഞ്ഞ പോലെ ഞാൻ നിന്നോട് പറഞ്ഞതാ. ഒരു
ഒരു തമാശ. അല്ല അത്ര വലിയ തമാശ എനിക്ക് തോന്നണില്ല കേട്ടത്. ഓ ഇത് നിനക്ക് ഉപ്പില്ല പഞ്ചസാര ഇല്ലാത്ത ഒരു ലെമണ്ണാണ് കേട്ടോ അത്. ലെമൺ വെള്ളം ചേട്ടാ അതില് വെള്ളം ഒഴിക്ക്. എനിക്ക് വെള്ളം ഒഴിച്ചാൽ പറ്റില്ല. ഇത് നിനക്കുള്ളതല്ല ഞാൻ ഉണ്ടാക്കിയ. അപ്പൊ നിറച്ചു ഒഴിച്ചോ ഈശോയെ. ഇത് നിനക്കിട്ടാ. ഞാൻ റെഡി 1 2 3 കൊണ്ട് കുടിച്ചാൽ മതി. നീ ഏതാണ്ട് വെള്ളം കാണാത്തവരെ പോലെ. ഇവൾക്ക് എന്താ പേടി. നീ റെഡി 1 2 3 സ്റ്റാർട്ട്. ഞാൻ ഫസ്റ്റ്. ഞാൻ പറഞ്ഞില്ല ഇനി നിന്നെ കൊണ്ട് പറ്റില്ലാന്ന്. നല്ലതാ, സാരല്ല. അടുത്തിറക്കട്ടെ ഞാന്. നോക്കട്ടെട്ടാ. ഓ ബെസ്റ്റ്. ഇതില് നീ ഫസ്റ്റ് എടുത്താ വേണമെങ്കിൽ. കഞ്ഞിവെള്ളം എന്തെലുണ്ട്? പുളിയുണ്ടാ? അയ്യോ നീ നാരങ്ങ പിഴിഞ്ഞ വെള്ളം കുടിച്ച്. അടുത്തത് കിട്ടിയത് കഞ്ഞിവെള്ളം കേട്ടോ. കഞ്ഞിവെള്ളം ഈ നാരങ്ങ തന്നെ ഒഴിച്ചാലോ? നാരങ്ങ ഗ്ലാസ്സിൽ തന്നെ ഒഴിക്കാം അല്ലേ? അയ്യോ കഞ്ഞിവെള്ളം ഉപ്പിട്ടതാണോ? ആണോ? അയ്യോ ഓ ഈ കഞ്ഞവെള്ള ഉപ്പിട്ട കഞ്ഞവെള്ളല്ല. ഉപ്പ് വെച്ചത് ഉപ്പിട്ടതാ. എന്താ നിനക്ക് ഉപ്പ് പറ്റില്ലേ? എനിക്ക് കഞ്ഞവെള്ളേ പറ്റില്ല. എനിക്ക് ഒട്ടും പറ്റില്ല. അപ്പൊ പുളി പറ്റണില്ല. സാരല്ല, ഇത് കുടിച്ച് സെറ്റ് ആവും. റെഡി 1 2 3 സ്റ്റാർട്ട്. നീ ജയിച്ചില്ലേ? ഇപ്പൊ സെറ്റായില്ലേ? നിനക്ക് പുളി ഉപ്പും അതൊക്കെ ആയപ്പോ സെറ്റായില്ലേ? അയ്യോ ഇപ്പൊ നീയാണ് സ്കോർ ചെയ്തത്. ഇനി മത്സരം വേണോ? വേണല്ലേ? ഇപ്പൊ നീ എത്ര എണ്ണത്തിൽ ജയിച്ച്? 2 എണ്ണത്തില് നീ, 2 എണ്ണത്തില് ഞാന്. അല്ല ഞാൻ ഒരെണ്ണത്തില്. സോറി ഞാൻ ഒരെണ്ണത്തില്, നീ 3 എണ്ണത്തില്. ഇനിയിപ്പോ ഒരു മത്സരത്തിന്റെ ആവശ്യമില്ല. മത്സരം വേണോ? വയറൊക്കെ ഒരു അല്ലേ എന്തായാലും ഇരുന്നതല്ലേ. ഇതിലെ ഞാനും ജയിച്ചു. എന്നാലും ഞാൻ രക്ഷപ്പെടില്ല അല്ലേ? ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ നമുക്ക് തൽക്കാലം ഈ മത്സരം നിർത്തിയാലോ? വേണോ? ഇനിയിപ്പോ ഇത് കുടിക്കണോ? വേണം. അതാണല്ലോ നമ്മൾ എഴുതി വെച്ചതല്ലേ മത്സരമല്ലേ. അടുത്തത് വരണ്ട. ഇതിലെന്തായാലും ഞാൻ തോറ്റു. എന്നിരുന്നാലും അവളുടെ ഒരു സമാധാനത്തിന് വേണ്ടിട്ട് ഇതിനിപ്പോ ഗ്ലാസ്സിൽ ഒഴിക്കണോ? അങ്ങനെ മതിയോ? പകുതി മതിയാ? ഇത് പറ്റില്ല. പകുതി മതിയാ? ഇല്ലേ പറ്റില്ലേ? അല്ല ഇതിലെന്തായാലും നീ തന്നെയാണ് വിന്നർ. അപ്പൊ ഞാനൊന്ന് ആസ്വദിച്ച് കുടിക്കാം. സ്ലോലാക്കി കുടിക്കാൻ നോക്കാം. അയ്യോ വേണ്ട. ഓക്കെ ശരി. 1 2 3 സ്റ്റാർട്ട്. സോറി. ഇതില് ഞാൻ അവളെ വിജയായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ നമ്മുടെ ഇതിന്റെ വിജയി അവളാണ്. ഞാൻ അവൾക്ക് 500 രൂപ കൊടുത്തിട്ട് അവളുടെ വിജയം ഉറപ്പുവരുത്തുകയാണ്. ഇല്ല ഞാൻ അടുത്ത മത്സരത്തിന് വേണ്ടി ചാലഞ്ച് വരെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ 500 എനിക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ട് അല്ലേ? അപ്പൊ ശരി. ഇന്നത്തെ പരിപാടിയൊന്നുമല്ല. നമ്മള് ചാലഞ്ച് വേണമെന്ന് പറഞ്ഞപ്പോ ഒരു ഡിഫറെന്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തതാ. നല്ല ചലഞ്ചാട്ടാ. നല്ല നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു ചലഞ്ചാ. നിങ്ങളും ട്രൈ ചെയ്യാ. ഓക്കെ ബൈ. നിങ്ങളുടെ കമന്റുകളൊക്കെ പറയാ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാ. ലൈക്ക് ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യാ. സബ്സ്ക്രൈബ് കുറച്ച് ചെയ്യണം. അല്ല എന്നാലും കുഴപ്പമില്ല. എന്നാലും നമ്മൾ 2-3 മാസമല്ലായിട്ടുള്ളൂ. എന്നാലും അത്യാവശ്യത്തിന് നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ട്. അതിന് ഒരുപാട് നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ ഓക്കെ ബൈ. ടാറ്റാ. ഞാൻ പോയി എടുക്കട്ടെ.